ഇനിഷ്യലി ഇൻവെർട്ടർ ഓൺ ആക്കുന്ന ടൈമിൽ അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള രണ്ട് സെറ്റിങ്സാണ് ഹൈബ്രിഡിലുള്ളത്. ഇതാണ് സെറ്റിങ്സ്. ഇത് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ബേസിക് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ബേസിക് സെറ്റിങ്സിൽ ഫാക്ടറി റീസെറ്റും ഉണ്ട്, ലോക്കൗട്ട് ഓൾ ചേഞ്ചസും ഉണ്ട്. ഇനിഷ്യലി ലോക്കൗട്ട് ഓൾ ചേഞ്ചസിൽ ടിക്ക് കാണും. ഈ ടിക്ക് ഉണ്ടെങ്കിൽ പാരാമീറ്റർ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ടിക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ പാരാമീറ്റർ എന്തെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ ഒക്കത്തുള്ളൂ. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക, സേവ് ചെയ്യുക. അതിൻ്റെ പാസ്വേഡ് വന്നിട്ട് 7777 പാസ്വേഡ് അടിച്ചിട്ട് അൺടിക്ക് ചെയ്യുക. അൺടിക്ക് ചെയ്തിട്ട് എസ്കേപ്പ് പോരുക. ഫസ്റ്റ് ബാറ്ററി എടുക്കുക. ഡെയ്യുടെ ലിഥിയം ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിഥിയം സെലക്ട് ചെയ്യുക. ബാറ്ററി കപ്പാസിറ്റി ഡിഫോൾട്ട് 200 ആയിരിക്കും. അത് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വര പോലെ വരും. എന്നിട്ട് ഡൗൺ സ്വിച്ച് പ്രസ് ചെയ്യുക. ഡിസൈഡ് കപ്പാസിറ്റിയിലോട്ട് മാറ്റുക. അതായത് ബാറ്ററി ഇപ്പോൾ 100 എച്ചിൻ്റെ ബാറ്ററി ആണെങ്കിൽ 100 ഇടുക. 2 ബാറ്ററി പാരലൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 200 ഇടുക. മാക്സിമം ചാർജ് എന്ന് പറയുമ്പോൾ ബാറ്ററിയുടെ ആംബിയർ തന്നെ എത്ര വോൾട്ടേജ് ആണെന്നുള്ളത് രീതിയിൽ സെറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ സിംഗിൾ ബാറ്ററി ആണെങ്കിൽ 50, 2 ബാറ്ററി ഉണ്ടെങ്കിൽ 100, പാരലൽ ചെയ്തേക്കാണെങ്കിൽ 100 എന്നുള്ള രീതിയിൽ ചെയ്താൽ മതി. ഡിസ്ചാർജ് എപ്പോഴും മാക്സിമം ഇട്ടാൽ മതി. എന്ന് പറയുമ്പോൾ 2 ബാറ്ററി ഉണ്ടെങ്കിൽ 100 ഇടുക, സിംഗിൾ ബാറ്ററി ആണെങ്കിൽ 100 തന്നെ ഇടുക. അല്ല 100 അല്ലെങ്കിൽ 80 to 100, 2 ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ ഒരു 180 to 200 അല്ലെങ്കിൽ 160 to 200 റേഞ്ചിൽ ഇട്ടാൽ മതി. എന്നിട്ട് ആക്ടിവേറ്റ് ബാറ്ററീസ് ക്ലിക്ക് ചെയ്യുക. സേവ് ചെയ്യുന്നത് ഇവിടെ ഇതിൽ സേവ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ബാറ്ററി സെറ്റിങ്സ്. ഇൻ കേസ് ലിഥിയം ബാറ്ററി അല്ല, ലെഡ് ആസിഡോ അല്ലെങ്കിൽ മറ്റ് കമ്പനീസിൻ്റെ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ, ലെഡ് ആസിഡാണെങ്കിൽ യൂസ് ബാറ്ററി വോൾട്ടേജിലിടുക. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക, ആക്ടിവേറ്റ് ബാറ്ററി കൊടുക്കുക. വേറെ ഏതെങ്കിലും കമ്പനി ആണെങ്കിൽ നമുക്ക് ഈ 2 മോഡ് ഇടാം. ലിഥിയം ഒഴിച്ച് ബാക്കി എല്ലാ മോഡും ബാക്കി എല്ലാ കമ്പനീസിൻ്റെ ബാറ്ററീസിനും ഇടാം. ലിഥിയം മോഡ് ഇടുന്ന ടൈമിൽ കമ്മ്യൂണിക്കേഷൻ കേബിൾ വേണം. TCSന്ന് ഡേയുടെ ബാറ്ററി ആണെങ്കിൽ മാത്രമേ ലിഥിയം മോഡ് ഇടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിന് മാത്രമുള്ള മറ്റ് മീൻസ് പ്രോട്ടോക്കോളുള്ള ബാറ്ററീസും കമ്മ്യൂണിക്കേഷൻ കേബിൾ കണക്ട് ചെയ്യുന്ന ബാറ്ററീസും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നുള്ളത് സിസ്റ്റം വർക്ക് മോഡാണ്. ഇതിൽ 3 മോഡുണ്ട്. സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇനിഷ്യലി സൈറ്റിൽ ബാറ്ററി ഇല്ലാത്ത കേസിൽ എന്നാൽ KCBയുടെ നെറ്റ് മീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് കോസ്റ്റ് ഇടാം. സീറോ എക്സ്പോർട്ട് ലോഡ് എന്ന് പറയുമ്പോൾ ബാറ്ററി ഉള്ള കേസിൽ നെറ്റ് മീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സീറോ എക്സ്പോർട്ട് ലോഡ് മാത്രം ഇട്ടാൽ മതി. അതല്ല ബാറ്ററിയും ഉണ്ട് എക്സ്പോർട്ടും ഉണ്ട്, മീൻസ് എക്സ്പോർട്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ സോളാർ സെല്ലോട് എനേബിൾ ചെയ്തിട്ട് സേവ് ചെയ്താൽ മതി. പിന്നെ എനർജി പാറ്റേൺ അത് ജസ്റ്റ് ഒരു പ്രയോറിറ്റി അസൈൻ ചെയ്യുന്നേ ഉള്ളൂ. ബാറ്ററി ഫസ്റ്റ് ഇട്ടാൽ ബാറ്ററിയിലോട്ടായിരിക്കും ഫസ്റ്റ് സോളാറിൻ്റെ ഇത് പ്രയോറിറ്റി ബാറ്ററിക്കായിരിക്കും. ലോഡ് ഫസ്റ്റ് ഇട്ടാൽ ഫസ്റ്റ് ലോഡിനായിരിക്കും പ്രയോറിറ്റി. ഇത്ര സെറ്റിങ്സേ ഉള്ളൂ. സേവ് ചെയ്യുക. സീറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സീറോ എക്സ്പോർട്ട് സീറ്റ് ഇടുക. അതും സെയിം പർപ്പസ്. ഈ സോളാർ സെൽ എന്ന് പറയുന്നത് എക്സ്പോർട്ട് എനേബിൾ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഇത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ എക്സ്പോർട്ട് എനേബിൾ ആവുള്ളൂ. ഇത് ഓഫ് ആണെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് പോകത്തില്ല. KCBക്ക് നെറ്റ് മീറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ പോകത്തില്ല. സെല്ലിംഗ് കോസ്റ്റ് ബാറ്ററി ഇല്ലാത്ത കേസിൽ മാത്രമേ സെല്ലിംഗ് കോസ്റ്റ് ഇടാവൂ. ബാറ്ററി ഉള്ള കേസിൽ സെല്ലിംഗ് കോസ്റ്റ് ടൈം ഓഫ് യൂസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ട് പോകും KCBക്ക് നൈറ്റിൽ. ഇനിയുള്ളത് ഗ്രിഡ് സെറ്റിങ്സ്. ഇതൊന്നും ചെയ്യാനില്ല, ഡിഫോൾട്ടായിട്ട് തന്നെ ഇത് സെറ്റായിട്ടാണ് വരുന്നത് സെറ്റിങ്സ്. ഇത് ജസ്റ്റ് KCB കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് പേജ് എടുക്കുക, വോൾട്ടേജ് എല്ലാം കാണിച്ചു കൊടുക്കുക. ഇതിൽ കാണാൻ പറ്റും അപ്പർ വോൾട്ടേജ് ലിമിറ്റ്, ലോവർ വോൾട്ടേജ് ലിമിറ്റ് എല്ലാം ഡിഫോൾട്ട് സെറ്റായിട്ടാണ് വരുന്നത്. ഈ 2 സെറ്റിങ്സ് മാത്രമേ ഇതിനകത്ത് ചെയ്യാനുള്ളൂ.